സമ്മറാണെങ്കിൽ പോലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ലൈമറ്റ് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇടയ്ക്ക് 2-3 ദിവസം ഭയങ്കര മഴയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും സമ്മറിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു 2-3 ഡേയ്സ് മഴ കണ്ടിന്യൂസ് കിട്ടുമ്പോൾ അത് നമുക്ക് ക്ലൈമറ്റ് തന്നെ മാറുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള നമുക്ക് ബോഡിയിൽ ചേഞ്ചസും ഉണ്ടാകും. ഫിസിക്കലി ഭയങ്കര നമ്മൾ വീക്കാവും. പിന്നെ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും പൊതുവേ ഇവിടെ നമുക്ക് ഭയങ്കര മടിയാണ് കാര്യങ്ങൾ. ലൈക്ക് വാക്കിങ്ങിനൊക്കെ പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ഒക്കെ നല്ല സ്ട്രെസ്ഫുള്ളായിരിക്കും. പിന്നെ നമുക്ക് എന്തായാലും പോയാലേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കുമല്ലോ ഒരുപാട് തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നത്. അപ്പം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറേ ചിന്തിച്ച കാര്യമാണ്, ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഫേസിൽ ഞാൻ വരുമെന്ന് നമ്മൾ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന ഫേസിൽ നമ്മൾ നിൽക്കും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചവരല്ല. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലപ്പുറമാണ്. എല്ലാവരുടെ ലൈഫിലും സ്ട്രഗ്ലിങ് ഫേസസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് എപ്പോഴും എനിക്ക് അതിൻ്റെ പേരിൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു ഗിവ് അപ്പ് മെൻറ്റാലിറ്റി വരുമ്പോഴും ഒക്കെ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെ ഞാൻ ഏത് കാര്യത്തിലും ചിന്തിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ദിസ് ടു ഷാൽ പാസ്, അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകും. അപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നത്തിങ് ഈസ് പെർമനൻറ്റ് ഇൻ അവർ ലൈഫ്. ഹാപ്പിനെസ് ആയാലും സാഡ്നെസ് ആയാലും